ശബരിമലയിലെ വിഷയത്തിൽ ഈ 18-ാം പടിയിലെ ഫോട്ടോഷൂട്ട് നടത്തിയ പോലീസുകാരെ ADGP നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പോലീസ് ആസ്ഥാനത്ത് അവർ ഹാജരാകണം, വിശദീകരണം നൽകുകയും വേണം. ഹൈക്കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസുകാർക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. പ്രജിത്ത് മോഹനന്റെ വിശദാംശങ്ങൾ നൽകും. പ്രജിത്ത്, ആദ്യ ബാച്ച് അവിടെ നിന്ന് ഡ്യൂട്ടി പൂർത്തിയാക്കി മടങ്ങുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലൊരു ഫോട്ടോഷൂട്ട് അവിടെ നടന്നത്. അപ്പോൾ അവരുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ അവരെ എല്ലാവരെയും ഇന്ന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് ADGP ആവശ്യപ്പെട്ടിരിക്കുന്നത്. എപ്പോഴാണ് അവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? നടപടി ഉണ്ടാകുമോ? വീണ, കൃത്യമായൊരു സമയം നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന ഈ 32 പോലീസുകാരോടും ശബരിമലയുടെ ചീഫ് പോലീസ് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ADGP ശ്രീജിത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. രൂക്ഷമായ വിമർശനം നേരത്തെ തന്നെ കോടതി ഉയർത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ന് എന്തായാലും റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടി ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായൊരു വിശദീകരണം തേടുക എന്നുള്ളതാണ് പോലീസിന്റെ മുൻപിലുള്ള ആദ്യ നടപടി. അതിനുശേഷം ഈ ഹൈക്കോടതിയുടെ വിമർശനമുള്ള സാഹചര്യത്തിൽ ഈ പോലീസുകാർക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നേരിട്ടെത്താനാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. വീണ, പ്രജിത്ത്, നമുക്കറിയാം ADGP ഈ പോലീസുകാരെ നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ നടപടി വേണം എന്നുള്ള ഒരു രീതികളും വരുന്നുണ്ട്. കാരണം സമൂഹത്തിൽ നിന്ന് ഉൾപ്പെടെ ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരു മാതൃകാപരമായ ഒരു നടപടിയിലേക്ക് ഒരുപക്ഷെ കടക്കുകയാണെങ്കിൽ അല്ലേ, ഇനി വരുന്ന ബാച്ചിനു കൂടി അത് നല്ലതാകും. അതോടൊപ്പം ഭക്തർക്ക് ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ തോന്നാനും നല്ലതാണ്, ഉതകുന്നതാണ് അത്തരം ഒരു കാര്യം. പക്ഷേ പോലീസ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമോ? അതോ ഇപ്പോൾ അടുത്ത മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇത് ഇനി പ്രാവർത്തികമാക്കിയാൽ മതി എന്ന് നിസ്സാരവൽക്കരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ടോ? നേരത്തെ തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങൾ ഹൈക്കോടതി അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സന്നിധാനത്തും സോപാനത്തുമൊക്കെ ചിത്രങ്ങൾ പകർത്തുന്നതിനുള്ള വിലക്കുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ 18-ാം പടിയുടെ മുകളിൽ ശബരിമല അയ്യപ്പന് ദർശനത്തിന് തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ഇത്തരം ഒരു ചിത്രം പകർത്തിയിരിക്കുന്നത്. 32ഓളം പോലീസുകാരാണ് ഈ രീതിയിൽ ഈ 18-ാം പടിയിൽ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം. ഈ തിങ്കളാഴ്ച ഡ്യൂട്ടിയിൽ നിന്ന് പോകുന്ന ആദ്യ ബാച്ചിലെ, ശബരിമലയിലെ ആദ്യ ബാച്ചിലെ സന്നിധാനം ഡ്യൂട്ടിയിൽ 18-ാം പടി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിലൊരു ഫോട്ടോഷൂട്ട് നടത്തിയത്. ഇത് പിന്നീട് മാധ്യമങ്ങളിൽ വരുന്നു. അതിനുശേഷം വൈറലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് വലിയ വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ വരുന്നു. പ്രത്യേകിച്ച് വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ ആചാര ലംഘന ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. വലിയ പ്രതിഷേധമാണ് ഹിന്ദു സംഘടനകൾ ഈ വിഷയത്തിൽ കാട്ടിയത്. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശബരിമല അയ്യപ്പന്റെ ഏറ്റവും പവിത്രമായി കണ്ടുവരുന്ന ഈ തീർത്ഥാടന സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും പരിപാവനമായി കണ്ടുവരുന്ന 18-ാം പടിയിൽ കയറി ഈ രീതിയിൽ അയ്യപ്പന് എതിരായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അഭിമുഖമല്ലാതെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് ഏത് സാഹചര്യം പരിഗണിച്ചാലും അത് ശബരിമലയിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നടയടച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ 18-ാം പടിയിൽ നിന്നൊക്കെയുള്ള പോലീസുകാരൊക്കെ മാറുന്ന സാഹചര്യമാണ് സാധാരണഗതിയിൽ ശബരിമലയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്നും ഉണ്ടാകാതെ ആ സമയത്ത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ആക്സസിബിൾ ആകാത്തൊരു സ്ഥലത്ത്, അത്രയും പരിപാവനമായി കാണുന്ന ഒരു സ്ഥലത്ത് പോലീസുകാർ ഇത്തരം ഒരു പ്രവൃത്തി കാട്ടിയതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പോലും ഇടപെട്ട ഒരു സാഹചര്യത്തിൽ എന്തായാലും അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. രോഹിണി, ഇത് ശരി പ്രജിത്ത്, ഈ